കേട്ടഡ് കാറ്റഗറി 1-ലെ കോഴിക്കോട്ടിലെ എക്സാം സെന്ററിലായിട്ടുള്ള ഗണപത് ബോയ്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ എങ്ങനെയുണ്ടായിരുന്നു എക്സാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് എക്സാം എഴുതി വരുന്ന ഉദ്യോഗാർത്ഥികളോട് നമുക്ക് ചോദിക്കാം. LP UP നോട്ടിഫിക്കേഷൻ വന്ന അവസരത്തിൽ ഈ കേട്ടഡ് വളരെ നിർണായകമാണ്. സോ എന്താണ് അവരുടെ ഫീഡ്ബാക്ക്, എന്താണ് അവരുടെ പ്രതീക്ഷകൾ, എന്താണ് അവരുടെ പുതിയ തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസ് എന്നൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം. ജസ്റ്റ് ജോയിൻ us. സബ്ജക്ട്സ് ഏതായിരുന്നു ഈസി ആയിട്ട് തോന്നിയത്? മലയാളം, സൈക്കോളജി. ഓക്കെ, കഴിഞ്ഞ കേട്ടതിനെ അപേക്ഷ എളുപ്പമായിരുന്നു അല്ലേ? ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടായോ? ഓക്കെ ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ടഫായ സബ്ജക്ട്സ് ഏതായിരുന്നു? അങ്ങനെ തോന്നിയ സബ്ജക്ട് ഏതായിരുന്നു? സൈക്കോളജി ആയിരുന്നു. എളുപ്പമായിട്ട് എന്താ തോന്നിയത്? ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് എളുപ്പമായിരുന്നോ? ഫസ്റ്റ് ടൈമാണോ എഴുതുന്നത്? ഓക്കെ, അപ്പം കിട്ടാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ പ്ലാൻ ചെയ്യും, പ്രതീക്ഷിക്കുന്നുണ്ടോ? ഓക്കെ, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഫീൽ ചെയ്തോ? ഓക്കെ ഓക്കെ, അപ്പം എന്തായാലും കിട്ടട്ടെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ടഫായത് മാത്സ് ആയിരുന്നോ? എളുപ്പമുള്ള സബ്ജക്ട് ഏതായിരുന്നു? ഓക്കെ, എളുപ്പമുള്ള സബ്ജക്ട് ഏതാ തോന്നിയേ? സൈക്കോളജി എളുപ്പമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് എന്തെങ്കിലും? ആദ്യമായിട്ടാണ് എഴുതുന്നത്. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടായോ? ഓക്കെ ഓക്കെ, അപ്പം ഓവറോൾ എക്സാം എളുപ്പമായിരുന്നോ? ഓക്കെ, എന്തായാലും കിട്ടട്ടെ കേട്ടോ. ഹായ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഏതായിരുന്നു ടഫായ സബ്ജക്ട് അങ്ങനെ തോന്നിയത്? ഐ തിങ്ക് മാത്സിന്റെ സൈഡ് ടഫായിരുന്നു. എളുപ്പമായിട്ട് തോന്നിയതോ? ഓവറോൾ എക്സാം ഹാപ്പി ആയിരുന്നു? ഹാപ്പി. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ലൈക്ക് ബെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ മെച്ചപ്പെട്ടിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ഏതെങ്കിലും തോന്നിയോ? എന്തായാലും കിട്ടട്ടെ. എന്തായിരുന്നു ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് അങ്ങനെ തോന്നിയത്? ഏതാ? മലയാളമൊക്കെ കുറച്ച് വിഷമായിരുന്നു. ഇംഗ്ലീഷ് ഓക്കെ ആയിരുന്നു. ഈ ടഫായി തോന്നിയത് ഏതായിരുന്നു? മാത്സിന്റെ പോർഷൻസ് അങ്ങനെ ടഫായിരുന്നില്ല, പിന്നെ മലയാളമായിരുന്നു കുറച്ച് ടഫായത് അല്ലേ? ആദ്യത്തെ ടൈമിലാണോ എഴുതുന്നത്? ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് വിഷമായിരുന്നു അല്ലേ? ഔട്ട് ഓഫ് സിലബസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിരുന്നോ? അങ്ങനെ ഫീൽ ചെയ്തോ? അങ്ങനെ അധികം ഒന്നും വന്നിട്ടില്ല, പക്ഷെ വന്നത്. ഓക്കെ, എന്തായാലും കിട്ടട്ടെ കേട്ടോ. ഏതായിരുന്നു ടഫായി തോന്നിയ സബ്ജക്ട്? മലയാളം. ടഫായിരുന്നോ? ഈസി ആയിട്ട് തോന്നിയ സബ്ജക്ട് ഏതായിരുന്നു? ഈസി ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എഴുതിയിട്ടുണ്ടായില്ലേ? എന്താ ഇപ്രാവശ്യം കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ട് തോന്നിയോ? കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് കുറച്ച് ടഫ് തോന്നി, മലയാളത്തിൻ്റെതായിട്ടാവും. ആണല്ലേ? സെയിം. ഇപ്പോഴും ഓവറോൾ എക്സാമിൽ ഹാപ്പിയാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷ ടഫായിരുന്നു അല്ലേ? കുറച്ച് ഇതായിട്ട് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഫീൽ ചെയ്തോ? എല്ലാം ഇപ്രാവശ്യം എന്തായാലും കിട്ടട്ടെ കേട്ടോ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ടഫായിരുന്നു. സമയം ഭയങ്കര കുറവായിരുന്നു. ഏറ്റവും ടഫ് ഏതായിരിക്കും? ഏറ്റവും ടഫ് മാത്സ് ആയിരുന്നു. എളുപ്പമായിട്ട് തോന്നിയ എന്തെങ്കിലും? എളുപ്പമായിരുന്നു. എളുപ്പമല്ല, നമുക്ക് ബെറ്റർ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കേട്ടറ്റ് എഴുതിയിരുന്നോ? കേട്ടറ്റ് 2 ഉണ്ട്. കേട്ടറ്റ് 2 എഴുതിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, അതിന് അപേക്ഷ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുഴപ്പമൊന്നുമില്ല. ക്വസ്റ്റ്യൻസിന്റെ മാറ്ററും കാര്യങ്ങളൊക്കെ അല്ലേ? ഔട്ട് ഓഫ് സിലബസ് എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഔട്ട് ഓഫ് സിലബസ് നമുക്ക് മലയാളത്തിലൊക്കെ ഭയങ്കര വന്നിരുന്നു അല്ലേ? ഓക്കെ, എന്തായാലും പ്രാവശ്യം കിട്ടട്ടെ. ഓവറോൾ എന്താ അഭിപ്രായം? PSC പഠിക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു ടഫായി തോന്നിയ സബ്ജക്ട്? ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഫീൽ ചെയ്തോ? എല്ലാം സിലബസ് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ളത്? ഓക്കെ, ശരി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു. ഓവറോൾ എന്താ അഭിപ്രായം? എളുപ്പമാണ്. ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് എന്തായിരിക്കും പറയാ ചോദിക്കാൻ? ഞാൻ മാത്സ് എടുത്താണ്. മാത്സിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ സൈക്കോളജിയും കുഴപ്പമില്ലായിരുന്നു. പാടുള്ളത് എന്തായിരുന്നു? പാടുള്ളത് എനിക്ക് സയൻസ് വേഷം പാടാൻ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ കേട്ട എക്സാം എഴുതിയിരുന്നു. ഓക്കെ, അപ്പം ഓവറോൾ നല്ല അഭിപ്രായമാണ്. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വന്നോ? എനിക്ക് തോന്നുന്നു മാത്സിൽ 2 ക്വസ്റ്റ്യൻസ് എന്തോ ഇതുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ശരി. ഹായ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ല. ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ സബ്ജക്ട് എന്തെങ്കിലും ഉണ്ടായോ? എളുപ്പമായിട്ട് തോന്നിയത് EVS നല്ല എളുപ്പമായിരുന്നു. ടഫായിട്ട് അധികം ടഫൊന്നുമില്ല, പക്ഷെ എന്നാലും പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. കുറേയൊക്കെ ആവർത്തനമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഇല്ല,
കഴിഞ്ഞ പ്രാവശ്യത്തെ കേട്ടിട്ട് ആ എഴുതിയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് കമ്പാരിസൺ? കമ്പാരിസൺ ഇപ്പം വരുന്നതെന്ന് പറയുന്നത് ഇപ്പം സ്റ്റേറ്റ്മെന്റ് ലെവലിലാണല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത്. ഓക്കെ അപ്പൊ അങ്ങനെ എന്നാലും ഈ പ്രാവശ്യത്തിൽ കുറച്ചുകൂടി വൺ വേഡ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു അല്ലേ? ഓക്കെ, ഓവറോൾ എന്താ അഭിപ്രായം? കുഴപ്പമില്ല, കൂടിയാണ്. എന്തായാലും നന്നായി കിട്ടട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു? പ്രതീക്ഷിച്ച പോലെ എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എന്താ ടഫായി തോന്നിയ സബ്ജക്ട് ഏതെങ്കിലും ഉണ്ടായോ? ഞാൻ പഠിക്കാത്തതും കൊണ്ട് എഴുതാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഓവറോൾ ടഫായിരുന്നു. എങ്ങനെ എക്സാമിനെ കുറിച്ച് അഭിപ്രായം? പറഞ്ഞാല് സൈക്കോളജിയിലാണ് പ്രതീക്ഷ ഉള്ളത്, പക്ഷെ വലിയ പ്രതീക്ഷ അതിൽ കിട്ടിയില്ല. മെച്ചമൊന്നുമില്ല. ഔട്ട് ഓഫ് സിലബസ് എന്തെങ്കിലും ഫീൽ ചെയ്തോ? പഠിക്കാത്ത സിലബസ് ഇല്ലല്ല, എല്ലാം സിലബസിൽ തന്നെയായിരുന്നു. കൂടുതലും സിലബസ് ഓറിയന്റഡ് തന്നെയായിരുന്നു. അല്ല, പിന്നെ കഴിഞ്ഞ കേട്ടിട്ട് എഴുതിയിരുന്നോ? ഇല്ലല്ല, ആദ്യത്തെ കേട്ടിട്ട് ഇപ്രാവശ്യം തന്നെ കിട്ടട്ടെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ ഏറ്റവും ടഫായ സബ്ജക്ട് ഏതാ ഫീൽ ചെയ്തത്? സമയമില്ലായിരുന്നു. ഹൈ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമെന്ന് പറയാൻ പറ്റൂല, എന്നാലും മാത്സ് കുറച്ചൊരു ടഫായിരുന്നു. പിന്നെ സമയം കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കേട്ടിട്ട് എഴുതിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ 2 മാർക്കിന് പോയി. ഇപ്രാവശ്യം കമ്പയർ ചെയ്യുമ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടോ? കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി ഈസി ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ മാത്സ് കുറച്ച് ടഫായിരുന്നു. പിന്നെ സമയത്തിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഫീൽ ചെയ്തോ? അത് മലയാളത്തിലും ഉണ്ട്, EVS-ലും കുറച്ചുണ്ടല്ലേ? ഓക്കെ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്രാവശ്യം കേട്ടെ കേട്ടോ. സമയത്തിൻ്റെതായ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൈ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ടഫായ സബ്ജക്ട്സ് ഏതെങ്കിലും ഉണ്ടായോ? തോന്നിയോ അങ്ങനെ? സബ്ജക്ട് എല്ലാവരും മീഡിയം ലെവലായിരുന്നു. എല്ലാം എളുപ്പമുള്ള എന്തെങ്കിലും ഫീൽ ചെയ്തോ കൂട്ടത്തില്? എളുപ്പമുള്ളത് സൈക്കോളജി ഒന്നും വലിയ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ EVS ഇല്ലേ, EVS-ഉം കുറെ ജനറൽ ആയിട്ട് ചോദിച്ചത്. കഴിഞ്ഞ വട്ടത്തെ പോലെ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, ആദ്യത്തെ പ്രാവശ്യമാണോ കേട്ടത്? അല്ല, രണ്ടാമത്തെ വട്ടം. എങ്ങനെയുണ്ടായി കമ്പാരിസൺ നോക്കുമ്പോൾ? കമ്പാരിസൺ കഴിഞ്ഞ വട്ടത്തിൽ നിന്ന് കുറച്ചും കൂടെ സിമ്പിൾ. എല്ലാം ഡയറക്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്ന് ഡയറക്റ്റ് ആയിരുന്നില്ല അല്ലേ? കംപ്ലീറ്റ് ഡയറക്റ്റ് അല്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് പ്രശ്നത്തിലായിരുന്നു. ഓക്കെ, പ്രാവശ്യം കിട്ടട്ടെ കേട്ടോ. ഹായ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിട്ടില്ല, ടൈം കിട്ടിയില്ല എല്ലാവരും പറയുന്നുണ്ട്. ഏതാ എളുപ്പമായിട്ട് തോന്നിയ സബ്ജക്ട്? സൈക്കോളജിയും മലയാളവും ഇംഗ്ലീഷും നന്നായിരുന്നു. ബാക്കി ടഫായിരുന്നു. ആദ്യത്തെ കേട്ടിട്ടാണോ? അല്ല, ഞാൻ അത് രണ്ടാമത്തെ പ്രാവശ്യം. എങ്ങനെയുണ്ട് കമ്പാരിസൺ? കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആണ്. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഫീൽ ചെയ്തോ? സൈക്കോളജി ഒക്കെ നല്ല എളുപ്പമായിരുന്നു, പക്ഷേ എങ്കിലും മാത്സിനടുത്ത് എത്തുമ്പോൾ ടൈം പറ്റിയില്ല. ഓക്കെ, എന്തായാലും പ്രാവശ്യം കിട്ടട്ടെ. ഓക്കെ, ശരി. ഹായ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഏതാ എളുപ്പം തോന്നിയ സബ്ജക്ട് എന്തെങ്കിലും തോന്നിയോ? ടഫായിട്ട് എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ടൈം പ്രശ്നമായിരുന്നു പലരും പറഞ്ഞു. ടൈം കുറച്ച് കുറവായിരുന്നു അല്ലേ? ആദ്യത്തെ ക്രേറ്ററ്റ് ആണോ? ഓക്കെ ഓക്കെ, അപ്പം ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഓക്കെ, എന്തായാലും പ്രാവശ്യം കിട്ടട്ടെ കേട്ടോ. ഹായ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് എഴുതുന്നത്. ഫസ്റ്റ് ടൈം ആണ്. കുറച്ച് ടഫായി തോന്നി. ഓക്കെ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഏതെങ്കിലും എളുപ്പമുള്ള സബ്ജക്ട് ഫീൽ ചെയ്തോ? അങ്ങനെ എന്തെങ്കിലും സബ്ജക്ട് ഫീൽ ചെയ്തോ? കുറച്ചുകൂടി എളുപ്പം സൈക്കോളജി ആയിട്ടാണ്. ടഫായത് മാത്സ് നല്ല ടഫായിട്ട്. ഇംഗ്ലീഷും സൈക്കോളജിയും അങ്ങനെ ഫീൽ ചെയ്തു. ടൈം കുറവാണെന്ന് കേട്ടു. അത് തോന്നിയോ? മാനേജ്മെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്തു, അങ്ങനെ പലരും പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരുടെയും ആദ്യത്തെ കേട്ടിട്ടാണോ? ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഫീൽ ചെയ്തോ? അങ്ങനെ തോന്നിയോ? ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടട്ടെ കേട്ടോ. താങ്ക് യു.